ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വർക്ക് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റും ബ്ലാക്കും കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ജംപറിങ്, ബ്രേസ്ലെറ്റിൻ്റെ ഹുക്ക്, ഇത് ഫിഷിംഗ് ത്രെഡ്, ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ബ്ലാക്കും വൈറ്റും ബീഡ്സ് എന്ന് പറയുന്നത് കളറൊന്നും പോകാത്ത ടൈപ്പ് ബീഡ്സാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൈറ്റ് കളർ ബീഡ്സ് ഒരു 5 എണ്ണം കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു ലോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 5 എണ്ണം ഒരുപോലെ ഇങ്ങനെ കോർത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരറ്റം എടുത്തിട്ട് ഒരു ബീഡ്സ് എടുത്ത് അതിൻ്റെ അകത്തൂടെ ഇപ്പുറത്തോട്ടൊന്ന് കോർത്തെടുക്കുകയാണ്. അപ്പോൾ അതവിടെ ലോക്കായിക്കോളും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അത് താഴേക്ക് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ അതവിടെ ഒരു ലോക്ക് ആയിക്കോളും, ലോക്ക് പോലെ ആയിക്കോളും. ഇനി നമുക്ക് 2 സൈഡിലും ഓരോ ത്രെഡാണുള്ളത്. അപ്പോൾ ഒരു സൈഡിലത്തെ ത്രെഡിൽ കൂടി ഞാനിപ്പോൾ വൈറ്റും ബ്ലാക്കും ഇടകലർത്തിയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. അടുത്തത് ഞാൻ ബ്ലാക്കാണ് കോർക്കുന്നത്. ബ്ലാക്ക് ഒരു 3 എണ്ണം ഞാൻ ഒരു ത്രെഡിൽ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പുറത്തെ ത്രെഡിൽ ഒരു 2 എണ്ണം കൂടെ ഞാൻ കോർക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ആ അറ്റം ഇപ്പുറത്തെ 3ാമത്തെ ആ മുത്തില്ലേ അതിനകത്തൂടെ കോർത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും ഒരു ലോക്കാകും. അങ്ങനെ 2 ലെയർ ആയിട്ടുണ്ട്, ഒരു വൈറ്റ് ഒരു ബ്ലാക്ക്. ഇനി അടുത്തത് വീണ്ടും ഒരു വൈറ്റാണ് കേട്ടോ കോർക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരറ്റത്ത് 3 മുത്ത് കോർത്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, 3 മുത്ത് ഇങ്ങനെ കോർത്തെടുത്തു. ഇനി അപ്പുറത്തെ അറ്റത്ത് 2 മുത്ത് കോർക്കുന്നുണ്ട്. മൊത്തം 5 എണ്ണം വീതമാണ് ചെയ്യുന്നത്. 5 വൈറ്റ് ബീഡ്സും 5 ബ്ലാക്ക് ബീഡ്സ് അങ്ങനെ ഇടകലർത്തി കോർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ആ 3ാമത്തെ മുത്തിനകത്തൂടെ ഇപ്പുറത്തേക്ക് കോർത്ത് എടുക്കുന്നുണ്ട്. താഴേക്ക് വലിക്കുമ്പോൾ അതും അവിടെ ലോക്കായി. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കൈയുടെ വണ്ണം എത്ര നീളം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം ഏകദേശം എൻ്റെ കൈക്ക് കൊള്ളുന്ന ഒരു അളവുണ്ട് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. വീട്ടമ്മമാരായിട്ടുള്ളവർക്കൊക്കെ വീട്ടിലെ ജോലികളൊക്കെ തീർന്ന് നമുക്ക് എന്തായാലും ഒരു കുറച്ച് സമയമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഓരോ വർക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഓരോ വർക്കൊക്കെ ചെയ്താൽ നമുക്ക് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആരോടും ചോദിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും വാങ്ങിക്കാനോ നമ്മുടെ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാനോ അതിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ കൈയുടെ ഒരു നീളത്തിനാണ് ഞാൻ ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി അത് കെട്ടിട്ട് കൊടുക്കണം. കെട്ടിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ജംപറിങ് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കൂട്ടിയാണ് ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ.
ഞാനിപ്പോൾ സാധാരണ ഒരു കെട്ടിട്ടിട്ട് രണ്ടാമത് കെട്ടിടുമ്പോൾ അതിനകത്തുകൂടെ 2-3 തവണ ചുറ്റിയെടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം അങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അഴിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ ഈ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യുന്നവർക്ക് മിക്കവാറും ഉള്ളൊരു പരാതിയാണത്, കെട്ടെങ്ങനെ അഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശത്തും ഒരു ജംപറിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്രേസ്ലെറ്റൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ എൻ്റെ പ്ലെയറൊക്കെ എടുക്കാതിരുന്ന് അനങ്ങിയല്ലാത്തൊരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൈ വെച്ചിട്ടൊക്കെ അകത്തിയെടുക്കുകയും അടുപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. പ്ലെയർ വേണമെന്നൊരു നിർബന്ധമില്ല. ജംപറിങ് നമുക്ക് ഈസി ആയിട്ട് കൈ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയിനും കൊളുത്തും കൂടെ ഞാൻ ആ ജംപറിങ്ങിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടറ്റത്തെ ജംപറിങ്ങിലും ആ ചെയിൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ പണി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.